ഇതാണ് മിനി മോന്തൂസ് എന്ന് പറയുന്ന ക്ലാഗൻഫോർട്ടിൽ, അതായത് ഓസ്ട്രിയയിലുള്ള ഒരു ചെറിയ ഒരു പാർക്കാണ്. ഈ പാർക്കിൽ വന്നാൽ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള എല്ലാ പള്ളികൾ, അതുപോലെ തന്നെ മ്യൂസിയം എല്ലാം ഇവിടെ നമുക്ക് ചെറുതായിട്ട് അവർ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്, ചെറിയൊരു കുറച്ച് ഭാഗങ്ങളായിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ഇതിൽ വന്ന് കണ്ട് ആസ്വദിക്കുക. നമസ്കാരമുണ്ട്, ഞാൻ ജിജോ വാളുക്കാരൻ. ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു മിനി മൂന്തൂസ്, അതായത് ഒരു ചെറിയൊരു ലോകം, അതായത് ഈ രാജ്യത്തുള്ള എല്ലാ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട് ഇവിടെ ഇതിനകത്ത്. ഇത് ഓസ്ട്രിയയിലാണ്, ക്ലാഗൻഫോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലി ഒരുമിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ കൊച്ചു കാഴ്ചകളിലേക്ക് സ്വാഗതം. എല്ലാവരും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഭയങ്കര ക്യൂ ആണ്, നല്ല വെയിലുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ഒരു ക്യൂ ആണത്. എനിവേ ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും സംഭവം എന്ന് നമുക്ക് യാതൊരു ഐഡിയയുമില്ല. നല്ല തിരക്കാണ്. രാവിലെ 9 മണി ആയപ്പോഴേക്കും ഭയങ്കര തിരക്കാണ് ഇവിടെ കാണുന്നത്. താങ്ക് യു. ടിക്കറ്റ്. താങ്ക്സ്. നമ്മൾ ഈ യാത്ര തുടരുമ്പോൾ അവർ നമുക്കൊരു പേപ്പർ തരുന്നുണ്ട്, അതിൻ്റെ റൂട്ട് മാപ്പ്. അതായത് ഓരോ പോയിന്റുകളിൽ കാണുവാനുള്ള ഓരോരോ പോയിന്റുകളാണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം ടോട്ടലി 157 സ്ഥലങ്ങൾ നമുക്ക് കാണുവാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൂട്ട് അനുസരിച്ച് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴി ഇവിടെയാണ്. ഇതിലെ സ്റ്റാർട്ട് ചെയ്ത് ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റാർട്ടിങ്ങിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം 1 to 157 വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് us go. നിരവധി ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഈ കാഴ്ചകൾ കാണാൻ വന്നിരിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ഈ ലോകത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഫ്രഞ്ചുകാർ അമേരിക്കക്കാർക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റാണത്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. കണ്ടോ, ഇവിടെ മാസ്ക് വെച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് ഇറ്റലിയിലെ ത്രിയസ്തയിലുള്ള കസ്തല്ലോ ദി മിറമാരെ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു റിഫൈനറി കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. തീ കത്തുന്നുണ്ട്. അവിടെ 2 ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് പെട്രോൾ കുഴിച്ചെടുക്കുന്നതിൻ്റെ ഒരു സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. വലിയ ഒരു മോണുമെൻറ്റ്സ് ആണിത്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഗ്രീക്കുകാരുടെ ഏറ്റവും വലിയ ഒരു ആരാധനാലയമാണോ അത്? എനിക്കറിയത്തില്ല. അത് ടെമ്പിൾ ആരാധനാലയം. അതായത് 22,000 ടൺ മാർബിൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും പുരാതനപരമായ ഒരു ടെമ്പിളാണിത്. ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ. ഇത് കേവിലെ ഒരു കത്തീഡ്രൽ പള്ളിയാണ് കേട്ടോ. ഇവിടെ വരണമെങ്കിൽ കുറച്ച് ഹിസ്റ്ററിയും കൂടി നമ്മൾ പഠിക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ. എല്ലാവരും ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഹിസ്റ്ററിയുടെ ബുക്കൊക്കെ അന്വേഷിക്കുന്നത്. അങ്ങനെ വന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
ഇതാണ് നമ്മുടെ താജ്മഹൽ. താജ്മഹലിനെ അങ്ങനെ തന്നെ ഇവിടെ പുനർസൃഷ്ടിച്ചിരിക്കുകയാണ്. കണ്ടാ? ആഹാ, അടിപൊളി. നല്ല സൗന്ദര്യത്തോടു കൂടി തന്നെ, നല്ല പ്രതാപത്തോടു കൂടി തന്നെ തല ഉയർത്തി നിൽക്കുന്നു നമ്മുടെ താജ്മഹൽ. എല്ലാവരും താജ്മഹലിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ബത്തപ്പാടിലാണ്. ഇന്തോനേഷ്യയിലെ ഒരു മോസ്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള പള്ളികൾ, കൊട്ടാരങ്ങൾ എല്ലാം ഇവിടെ ഇങ്ങനെ കൊച്ചു കൊച്ചു സ്ഥലത്ത് ഇവർ കാണിച്ചിരിക്കുകയാണ്. അതാണ് ഈ മിനിമൂന്തൂസ് എന്ന് പറയുന്നത്. നെതർലൻഡിലെ ഒരു പള്ളിയാണ് സെൻറ്റ് മാർക്ക്. ഇത് ബാർബറാസ് ചർച്ച്. ഇത് മെക്സിക്കോയിലെ ഒരു പിരാമിഡ് ആണിത്. ഇത് എന്നാ പണി കഴിപ്പിച്ച? 200 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച മെക്സിക്കോയിലെ ഒരു പിരാമിഡിൻ്റെ ഭാഗമാണിത്. വെനീസ് പ്യാസ സെൻ മാർക്കോ. പണ്ട് കാലത്തെ കൽക്കരി എഞ്ചിനാണ് ഇപ്പോൾ, തീവണ്ടിയാണ് ഈ പോകുന്നത് കേട്ടോ. ഇത് ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ സിഡ്നിയിലെ ഓപ്പറ ഹൗസാണ് ഈ കാണുന്നത്. നെതർലൻഡ്സിലെ ഏറ്റവും ആദ്യത്തെ പള്ളിയാണ് കേട്ടോ. ഏറ്റവും വലിയ പള്ളിയാണ് ഇപ്പോൾ. ഇതൊക്കെ ചരിത്രത്തിൽ 50 ബെല്ലുകളുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ പള്ളിയിൽ നമുക്ക് പോയി കാണണമല്ലോ. ഇത് ബ്രുക്സൽസിലെ ഒരു മുനിസിപ്പലാണ്, ഒരു ടൗൺ ഹാളാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 89 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പുകൾ, ഇതിൻ്റെ മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ ടോട്ടലി 400 സ്റ്റെപ്പുകളുള്ള ഒരു ബ്രുക്സൽസിലെ ഒരു മുനിസിപ്പൽ ഇത് കെട്ടിടമാണിത്. ഇത് 19-ാം നൂറ്റാണ്ടിലെ ഒരു ട്രെയിനായിരുന്നു കേട്ടോ അത്. ഇതാണ് ചൈന മതിൽ. വൻമതിൽ എന്നറിയപ്പെടുന്ന ചൈനയുടെ മതിലാണ്. അതിൻ്റെ ഒരു സിമ്പിളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബൾഗേറിയയിലെ ഒരു മൊണാസ്ട്രിയാണത്. ഇതിൻ്റെ ഈ ചുറ്റുപാടുമുള്ള ഭിത്തിക്ക് 2 മീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ്. അതുപോലെ തന്നെ 24 മീറ്റർ ഹൈറ്റിൽ പണിതിരിക്കുന്ന ഒരു വാളിലാണ് ചുറ്റുമുള്ളത്. ജപ്പാനിലെ ഒരു പള്ളിയാണ് 1450 പണി കഴിപ്പിച്ച ഒരു പള്ളി. 1968 തുർക്കിയിൽ പണിയിപ്പിച്ച ഒരു മോസ്കയാണ്. ഇതിൻ്റെ ആ മുകളിലെ ഭാഗത്തിന് 53 മീറ്റർ വലിപ്പമാണ് അവർ പറയുന്നത്. എന്താ പറയുക, ആ കൂപ്പിള എന്ന് വെച്ചാൽ അതിൻ്റെ ആ മകുടിക്ക് പറയുന്നത്. ഇത് ബർച്ചലോണയിലെ ഫേമസ് പള്ളിയാണ് കേട്ടോ, കത്തീഡ്രൽ പള്ളിയാണത്. ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഓരോ കെട്ടിടങ്ങളാണ്. ചെറിയ ചെറിയ ലോകത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇവിടെയുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വത്തിക്കാൻ സിറ്റി. എന്താ ഭംഗിയിലുണ്ടായി. നമ്മുടെ ആരുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. നമ്മൾ വന്ന് 125-ായി. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ. അതാണ് ഈ കാണുന്നത്. ഉണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വത്തിക്കാനിൽ വന്ന് നിന്ന പോലെ ഒരു ഫീലിങ്സാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതാണ് പാരീസിലെ ലൂവർ. എന്താ ജോയ് ഇതിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ നമ്മുടെ ലിയോണാർഡോ വിൻസിയുടെ ഇമ്പോർട്ടൻ്റ് ഫേമസ് ആയ ചിത്രം, മൊണാലിസയുടെ ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം, ഒറിജിനൽ. ആരെങ്കിലും ഇനിയിപ്പോൾ പീസയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പീസയിലെ മൊത്തം അവിടുത്തെ പള്ളിയും അവിടുത്തെ ടവറും എല്ലാം കൂട്ടി വെച്ചിരിക്കുന്നതാണിത്. മക്കളൊക്കെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. ബ്രസീലിലെ ഒരു കത്തീഡ്രൽ പള്ളിയാണത്. അങ്ങനെ നമ്മൾ വന്ന് പാരീസിലെത്തി. പാരീസിലെ ഈഫൽ ടവറിലേക്ക് എത്തി. അയ്യ, ഇതിനകത്ത് കയറണമെങ്കിൽ ഇച്ചിരി മല്ലാണ്.
എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അതെവിടെയാണാവോ? ആ, എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈഫൽ ടവർ. ആളുകളൊക്കെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്ന് ഇനിയിപ്പോൾ ലണ്ടനിലേക്ക് കടത്തി. ലണ്ടൻ ബ്രിഡ്ജാണ് ഇവ കാണിച്ചിരിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് അവർ പൊങ്ങുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്കാണ് അത് കാണുന്നത്, എല്ലായ്പ്പോഴും കാണിക്കുന്നില്ല കേട്ടോ. ഈ ബ്രിഡ്ജ് പൊന്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് ലണ്ടനിലെ എലിസബത്ത് ടവർ, ബിഗ് ബാൻ എന്നാണ് മറ്റോ പറയുന്നത്. ലണ്ടൻകാർക്കൊക്കെ ഇത് കണ്ട് നല്ല പരിചയമുള്ളതായിരിക്കും. ബിഗ് ബാൻ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് കപ്പൽ വരുമ്പോൾ പൊന്തി കൊടുക്കുന്ന ഭാഗമാണ് ഈ കാണിക്കുന്നത്. കപ്പൽ പോയി കഴിയുമ്പോൾ തന്നെ പാലം പൂർവാസ്ഥിതിയിലേക്ക് വരികയാണ്. വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അതായത് ഇത് പണ്ടത്തെ കാലത്തെ സമയം നോക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണത്. അതിവിടെ സമയം എഴുതിയിട്ടുണ്ട് കാരണം. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു കമ്പി മുൻപിൽ കണ്ടായിരുന്നു. അതിൻ്റെ ഷെയ്ഡ് ഇപ്പോൾ കറക്റ്റ് 12 മണിക്കാണ്, 12 മണിയാണ് അതിൻ്റെ ഷെയ്ഡ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ സമയം കറക്റ്റ് 12 മണിയാണ്. അത് ഓരോ സമയത്തനുസരിച്ച് അതിൻ്റെ ഷെയ്ഡ് മാറിക്കൊണ്ടേയിരിക്കും. ഇത് കാനഡയിലെ CN ടവറാണ് കേട്ടോ. അമേരിക്കയിലെ വൈറ്റ് ഹൗസ് ആണ് കേട്ടത്. ഹോളിവുഡ്. ഞങ്ങളുടെ ഈ മിനി മോന്തോസ് എന്ന് പറയുന്ന ഈ കൊച്ചു ഇതിൻ്റെ സ്ഥലം ലോകത്തിൻ്റെ എല്ലാ കാഴ്ചകളും നിങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പൂർണ്ണമായിട്ടും ഞങ്ങൾക്കിത് പിടിക്കാൻ സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ അതിൻ്റേതായ ഒരു പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തെറ്റുകളൊക്കെ എല്ലാം നിങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ബായ്.